ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ കാര്യത്തിലൊക്കെ കൃത്യമായ നടപടികൾ ഇനി അങ്ങോട്ട് ഇപ്പൊ നേരത്തെ കോടതികളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് പിരിയാമോ? നോക്കൂ അഭിലാഷ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ 487 മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാനിക്കുകയോ ചെയ്തതിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. ആദ്യത്തെ 110 അസംബ്ലി സെഗ്മെൻറ്റിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് പരാതി കൊടുത്തത്. എന്നാൽ 487 മണ്ഡലത്തിലെയും ഇനി 57 മണ്ഡലത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടക്കാൻ, അതും ഒരാഴ്ച മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിൽ തീരുമാനം വന്നിട്ടുള്ളത്. ഈ തീരുമാനം പ്രധാനമന്ത്രിയെ സൂചിപ്പിക്കാനും എന്നാൽ ഞങ്ങൾ തീരുമാനമെടുത്തോ എന്ന് ചോദിച്ചാൽ തീരുമാനമെടുക്കാനും വേണ്ടിയാണ്. ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇവിടെ നിങ്ങൾ പറയുന്ന ഈ പച്ച കള്ളങ്ങളുണ്ടല്ലോ, അതിനെല്ലാം ആ പച്ച എന്നുള്ള വാക്കിനും നിങ്ങൾ ദ്വയാർത്ഥം കാണുന്നവരാണ്. ഏതായാലും ആ പച്ച കള്ളങ്ങൾക്കെല്ലാം കൃത്യമായ ഫാക്ട് ചെക്കിംഗ് സംവിധാനമുണ്ട് ഈ രാജ്യത്ത്, അല്ലെങ്കിൽ പുതിയ തലമുറ അതൊക്കെ കാണുന്നവരാണ് എന്ന കാര്യം താങ്കൾ മറക്കരുത്. നിങ്ങൾ എത്ര പച്ചക്കള്ളം പറഞ്ഞാലും അത് കള്ളമാണെന്ന് ബോധ്യപ്പെടാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തിരുന്നുള്ളൂ. അല്ല വേണ്ട, താങ്കൾ ഒന്നും പറയണ്ട, സമയമില്ല. ഇനി 4-ാം തീയതി താങ്കൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? താലിമാല പൊട്ടിക്കുമെന്ന് പറഞ്ഞ എവിടെയാ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്? പ്രധാനമന്ത്രി പറഞ്ഞല്ലേ, എവിടെയാ പറഞ്ഞിട്ടുള്ളത്? താങ്കൾ ഒന്ന് പറയാമോ? ഇത് തന്നെയാണ് തളവ്. താങ്കളുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു താലിമാല പൊട്ടിക്കും. എവിടെ പറഞ്ഞു? ആരുടെ താലിമാല പൊട്ടിക്കും പറയാമോ ജയചന്ദ്ര? വെല്ലുവിളിക്കുക, പറയാമോ? ഒറ്റ ചോദ്യം. താലിമാല പൊട്ടിക്കും, എവിടെ പൊട്ടിക്കും? പറയേ. താങ്കൾ പറഞ്ഞ കളവ്. ഞാൻ ചോദിച്ചതല്ല. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു താലിമാല പൊട്ടിക്കുമെന്ന്. ആരുടെ താലിമാല എപ്പോ പൊട്ടിക്കുമെന്ന് ആര് പറഞ്ഞു? പറയാമോ? ജയചന്ദ്ര, താങ്കൾ ജയചന്ദ്രൻ റെപ്രസെന്റ് ചെയ്യുന്ന BJP ആണ്. BJPയുടെ നേതാവ് പ്രധാനമന്ത്രി പറയുന്നു കോൺഗ്രസ് പറയുന്ന അധികാരത്തിൽ താങ്കൾ അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞ കളവാണെന്ന് താങ്കൾ സമ്മതിക്കാണോ? ഞാൻ ചോദിക്കുന്നത് താലിമാല പൊട്ടിക്കുമെന്ന് കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ താലിമാല പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ ചോദിച്ചതല്ല. നേരിട്ട് ചോദിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് താലിമാല പൊട്ടിക്കുമെന്നാണ്. എവിടെ പറഞ്ഞു? താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഇല്ലെങ്കിൽ താങ്കൾ സമ്മതിക്കണം പ്രധാനമന്ത്രി പറഞ്ഞത് കളവാണെന്ന്. ഇല്ലെങ്കിൽ താങ്കൾ സമ്മതിക്കണം പ്രധാനമന്ത്രി പറഞ്ഞ കളവാണെന്ന്. താങ്കൾ കളവിനെ കുറിച്ച് ചോദിച്ചു. താങ്കളുടെ പ്രധാനമന്ത്രി പറഞ്ഞ കളവിനെ കുറിച്ച് ഞാൻ പറയുന്നത്. താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഇല്ലെങ്കിൽ താങ്കൾ സമ്മതിക്കണം പ്രധാനമന്ത്രി പറഞ്ഞ കളവാണെന്ന്. കഴിയുമോ? ശരി, ഓക്കെ.